ഹായ്. അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാനുള്ള കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് ഡിസംബർ 7 കറണ്ട് അഫയേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, അതുപോലെ ഷെയർ ചെയ്യാൻ, പിന്നെന്താണ് കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നോക്കാം നമുക്ക് എന്തൊക്കെയാണ് ഡിസംബർ 7 കറണ്ട് അഫയേഴ്സിൽ പഠിക്കാനുള്ളത്. ഓക്കെ, ഈ ഒരു ദിനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് രാജ്യാന്തര പൊതുവ്യോമയാന ദിനമാണ്. ഡിസംബർ 7 എന്ന് പറയുന്നത് എന്താണ്? രാജ്യാന്തര പൊതുവ്യോമയാന ദിനമാണ്. ഓരോ ദിനങ്ങളും എന്ത് ചെയ്യണം, നോട്ടിൽ പ്രത്യേകം എഴുതി വെക്കണം കേട്ടോ. ഓക്കെ, ഇനി കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിലെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ലഭിച്ചത് അബിദുർ റഹ്മാൻ സിസാക്കോ. കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിലെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ലഭിച്ചതാർക്കാണ്? അബിദുർ റഹ്മാൻ സിസാക്കോ. അബിദുർ റഹ്മാൻ സിസാക്കോക്കാണ്. മൗറീഷ്യൻ സംവിധായകനും തിരക്കഥാകൃത്തുമാണ് ഇദ്ദേഹം. അപ്പൊ കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിലെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ലഭിച്ചിട്ടുള്ളത് മൗറീഷ്യൻ സംവിധായകനും തിരക്കഥാകൃത്തുമായിട്ടുള്ള അബിദുർ റഹ്മാൻ സിസാക്കോക്കാണ്. ഫോർമുല 1 കാറോട്ട മത്സരത്തിലെ 35ാം ചാമ്പ്യൻ ആരാണ്? ലാൻഡോ നോറിസ്. ഓക്കെ, മെക്ലാരൻ അല്ലെ. ഫോർമുല 1 കാറോട്ട മത്സരത്തിലെ 35ാം ചാമ്പ്യനാണ് ആരെന്ന് പറയുന്നത്? ലാൻഡോ നോറിസ് എന്ന് പറയുന്നത്. ഫോർമുല 1 കാറോട്ട മത്സരത്തിലെ 35ാം ചാമ്പ്യൻ ആരാണ്? ലാൻഡോ നോറിസ്, മെക്ലാരൻ. 2025 സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് FC ഗോവയാണ്. 2025 സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് ആരാണ്? FC ഗോവ. ഓക്കെ, 2025 സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് FC ഗോവയാണ്. 30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്ര മേളയുടെ, അതായത് IFFK ഉദ്ഘാടന ചിത്രം എന്ന് പറയുന്നത് പാലസ്തീൻ 36. 30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്ര മേളയുടെ ഉദ്ഘാടന ചിത്രം എന്ന് പറയുന്നത് പാലസ്തീൻ 36. സംവിധാനം ആൻമേരി ജാസിറാണ്. ആൻമേരി ജാസിറാണ് 30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്ര മേളയുടെ ഉദ്ഘാടന ചിത്രമായിട്ടുള്ള പാലസ്തീൻ 36 സംവിധാനം ചെയ്തിട്ടുള്ളത്. പാലസ്തീൻ 36. അപ്പൊ എത്രാമത്തെ കേരള രാജ്യാന്തര ചലച്ചിത്ര മേളയാണ് കഴിഞ്ഞിട്ടുള്ളത്? 30ാമത്. അതും കൂടെ ഒന്ന് ഓർത്തു വെച്ചേക്കാം. അപ്പോൾ ഈ ഒരു പേജ് എന്ത് ചെയ്യാം, നമുക്ക് ഒന്നുകൂടെ നോക്കി നോക്കാം. രാജ്യാന്തര പൊതുവ്യോമയാന ദിനമാണ് എന്തെന്ന് പറയുന്നത് ഡിസംബർ 7. കേരള രാജ്യാന്തര ചലച്ചിത്ര മേളയിലെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ലഭിച്ചിട്ടുള്ളത് അബിദുർ റഹ്മാൻ സിസാക്കോക്ക്. മൗറീഷ്യൻ സംവിധായകനും തിരക്കഥാകൃത്തുമാണ് ഇദ്ദേഹം. ഫോർമുല 1 കാറോട്ട മത്സരത്തിലെ 35ാം ചാമ്പ്യൻ ലാൻഡോ നോറിസ് ആണ്. ഫോർമുല 1 കാറോട്ട മത്സരത്തിലെ 35ാം ചാമ്പ്യൻ ആരാണ്? ലാൻഡോ നോറിസ്, മക്ലാരൻ. ഓക്കെ, 2025 സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് FC ഗോവയാണ്. 30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്ര മേളയുടെ ഉദ്ഘാടന ചിത്രം പാലസ്തീൻ 36. സംവിധാനം ആൻമേരി ജാസിറാണ്. കേരളത്തിലെ ആദ്യത്തെ ജെൻസി പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചത് എവിടെയാണ്? CMS കോളേജ് കോട്ടയം അല്ലെ. CMS കോളേജ് കോട്ടയമാണ് കേരളത്തിലെ ആദ്യത്തെ ജെൻസി പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചിട്ടുള്ളത്. പൊതുസേവനം ലഭ്യമാക്കുന്നതിൽ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിയതിന് കേന്ദ്ര പഞ്ചായത്തി രാജ് മന്ത്രാലയം മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയായി തിരഞ്ഞെടുത്ത കേരളത്തിന്റെ പദ്ധതികളാണ് K-സ്മാർട്ട്, ഡിജി കേരളം, അതുപോലെ പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത്. പൊതുസേവനം ലഭ്യമാക്കുന്നതിൽ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിയതിന് കേന്ദ്ര പഞ്ചായത്തി രാജ് മന്ത്രാലയം മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയായിട്ട് തിരഞ്ഞെടുത്ത നമ്മുടെ കേരളത്തിന്റെ പദ്ധതികളാണ് ഏതൊക്കെയെന്ന് പറയുന്നത്? K-സ്മാർട്ട്, ഡിജി കേരളം, പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത്. അനധികൃതമായി പറക്കുന്ന ഡ്രോണുകളെ വീഴ്ത്താൻ കേരള പോലീസിലെ ഡ്രോൺ ഫോറൻസിക് വിഭാഗം വികസിപ്പിച്ച സംവിധാനമാണ് ഈഗിൾ ഐ. ഈഗിൾ ഐ എന്ന് വെച്ചാൽ അനധികൃതമായിട്ട് പറക്കുന്ന ഡ്രോണുകളെ വീഴ്ത്താൻ കേരള പോലീസിലെ ഡ്രോൺ ഫോറൻസിക് വിഭാഗം വികസിപ്പിച്ച സംവിധാനമാണ്. സർദാർ വല്ലഭായ് പട്ടേലിന്റെ 150ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ ആരംഭിച്ച സാംസ്കാരിക പ്രചരണ പരിപാടിയാണ് സർദാർ അറ്റ് 150 ഏകതാ യാത്ര എന്നാണ്. സർദാർ വല്ലഭായ് പട്ടേലിന്റെ 150ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ ആരംഭിച്ച സാംസ്കാരിക പ്രചരണ പരിപാടി ഏതെന്ന് ചോദിച്ചാൽ സർദാർ അറ്റ് 150 ഏകതാ യാത്രയാണ് കേട്ടോ. അപ്പോ 2025 ദുരന്ത നിവാരണ ലോക ഉച്ചകോടിക്ക് വേദി ഡെറാഡൂൺ. ഇതൊന്നും എന്ത് ചെയ്ത് വെച്ചേക്കുക, ജസ്റ്റ് ഒന്ന്
എന്താ എവിടെയെങ്കിലും കാണുന്ന സ്ഥലത്ത് നിന്ന് എന്ത് ചെയ്യാം, പറ്റുകയാണെങ്കിൽ ഒരു സ്റ്റിക്കി നോട്ടിൽ എഴുതിയിട്ട് ചുമരിലൊന്ന് വെച്ചേക്കുക. കാരണം എന്താ വെച്ചാല് ദുരന്ത എന്താ പറയാ, ഇതുണ്ടല്ലോ നമ്മുടെ ഒരു ടോപ്പിക്കാണ് ഈ ദുരന്ത നിവാരണം എന്നുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് എന്താണ്, ഇതുമായി റിലേറ്റ് ചെയ്തിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കറണ്ട് അഫെയർ ആണ് ഈ പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. 2025 ദുരന്ത നിവാരണ ലോക ഉച്ചകോടിക്ക് വേദി ഏതാണ്? ഡെറാഡൂൺ ആണ്. ഓക്കെ, എഴുതി വെച്ചേക്കുക, മറക്കരുത്. അടുത്തത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇത്രേ ഉള്ളൂ കേട്ടോ. ഈ ഒരു പേജ് ഒന്നുകൂടെ നോക്കാം നമുക്ക്. കേരളത്തിലെ ആദ്യത്തെ ജെൻസി പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചത് എവിടെയാണ്? CMS കോളേജ്, കോട്ടയമാണ് അല്ലെ. എന്താണ് ജെൻസി പോസ്റ്റ് ഓഫീസ് കേട്ടോ. ദെൻ പൊതുസേവനം ലഭ്യമാക്കുന്നതിൽ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിയതിന് കേന്ദ്ര പഞ്ചായത്തി രാജ് മന്ത്രാലയം മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയായി തിരഞ്ഞെടുത്ത കേരളത്തിന്റെ പദ്ധതികളാണ് K-സ്മാർട്ടും ഡിജി കേരളവും അതുപോലെ പാലിയേറ്റീവ് കെയറും. ദെൻ എന്താണ് ഈഗിൾ ഐ എന്ന് പറയുന്നത്? അനധികൃതമായി പറക്കുന്ന ഡ്രോണുകളെ വീഴ്ത്താൻ കേരള പോലീസിലെ ഡ്രോൺ ഫോറൻസിക് വിഭാഗം വികസിപ്പിച്ച സംവിധാനമാണ് ഈഗിൾ ഐ എന്ന് പറയുന്നത്. സർദാർ വല്ലഭായ് പട്ടേലിന്റെ 150-ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ ആരംഭിച്ച സാംസ്കാരിക പ്രചരണ പരിപാടി ഏതെന്ന് ചോദിച്ചാൽ എന്താണ്? സർദാർ അറ്റ് 150 ഏകതാ യാത്ര. 2025 ദുരന്ത നിവാരണ ഉച്ചകോടിക്ക് വേദി എന്ന് പറയുന്നത് ഏതാണ്? ഡെറാഡൂൺ ആണ്. ഓക്കെ, അപ്പം എന്താണ്, ഇത്രയാണ് നമുക്ക് ഇന്ന് പഠിക്കാനായിട്ട് ഉള്ളത് കറണ്ട് അഫയേഴ്സിൽ. അപ്പോൾ കൃത്യമായിട്ട് പഠിക്കുക, പഠിച്ചതിന് ശേഷം മാത്രം എന്നും പറയുന്നത് പോലെ എന്താ പോൾ എക്സാം പോയിട്ട് അറ്റൻഡ് ചെയ്യുക. ഇവിടെ ലക്ഷ്യയുടെ ടെലഗ്രാം ചാനലിലാണ്. ഓക്കെ, ശരി, താങ്ക് യു.